ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കലവൂരിലുള്ള ദേവാലയം ഇപ്പോൾ അനേകായിരങ്ങൾക്ക് ആശ്വാസവും അതുപോലെ തന്നെ ഉടമ്പടി നിയമങ്ങളും നിവർത്തിച്ചുകൊണ്ട് സാക്ഷ്യങ്ങളിലൂടെ ജീവിക്കുന്ന കൃപാസനം ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഒരു ലഘുചരിത്രമാണ് EP ജോസഫച്ചൻ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലഘുചരിത്രം ഇങ്ങനെ നമുക്ക് വായിക്കാം. 1989-90 കാലയളവിൽ കൃപാസനത്തിലെ ഈ ശുശ്രൂഷകൾ ആദ്യമായി വെളിപ്പെട്ടപ്പോൾ ആദ്യ ദശയിൽ കൗൺസിലിംഗ് മാത്രമായിരുന്നു നടത്തിയിരുന്നത്. പിന്നെ കൗൺസിലിങ്ങിന് വരുന്നവർക്ക് കർത്താവ് നല്ല അനുഭവങ്ങൾ നൽകി. പ്രാർത്ഥനയ്ക്ക് വരുന്ന ജനം അനുദിനം പെരുകിക്കൊണ്ടിരുന്നു. അതിനാൽ ഇപ്രകാരം ജീവിത പ്രശ്നങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും വന്നവരെ ഒരുമിച്ച് കൂട്ടി 1990 അത് ഏകദിന ധ്യാനം ആക്കി മാറ്റി. പിന്നെ പെട്ടെന്ന് കൂട്ടായ്മ വളർന്ന് 1991 നവംബർ 27 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ഔട്ട് റീച്ച് റിട്രീറ്റ് ആയി അത് വളർന്നു. ആ കൺവെൻഷനിൽ 1000-ഓളം പേർ പങ്കെടുത്തു. ഒരു മാസം തികയവേ 1991 ഡിസംബർ 21 കടലോര കൃപാവര യജ്ഞം എന്ന പേരിൽ വലിയ തീരദേശ കൺവെൻഷൻ ആയി അത് കർത്താവ് ഉയർത്തി. തുടർന്ന് 1991 ഏപ്രിൽ മാസത്തിൽ അന്യം നിന്ന് പോയ കടലോര സാംസ്കാരിക പഴമകളുടെ പുനരുദ്ധാരണ പദ്ധതി കൂടി കർത്താവ് കൂട്ടിച്ചേർത്തതോടെ ഈ ശുശ്രൂഷകൾക്ക് ഒരു മേൽവിലാസം കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് കൃപാസനം എന്ന പേര് ശുശ്രൂഷ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നയിക്കപ്പെട്ട അനേകം ശുശ്രൂഷകൾ കൃപയുടെ നിറവിൽ അനേകായിരങ്ങൾ അനുഭവിച്ചപ്പോഴാണ് കൃപാസനം എന്ന് ദൈവം തന്ന ആ ദിവ്യനാമത്തിൻ്റെ പൊരുൾ അന്വേഷിക്കാൻ ആരംഭിച്ചത്. ആ അന്വേഷണം ചെന്നെത്തിയതാകട്ടെ സാക്ഷാൽ മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദാന നാട് തേടി മരുഭൂമിയിലൂടെ തങ്ങളുടെ പവിത്ര നിയന്ത്രിതായ ദൈവത്തിൻ്റെ സാക്ഷ്യപേടകം സംവഹിച്ചുകൊണ്ട് ദൈവജനം നടന്ന വിമോചന പോരാട്ട വഴികളിലൂടെ നടുത്തളങ്ങളിലും പുറപ്പാട് 25-40 സംഖ്യ 4 അധ്യായങ്ങൾ പരാമർശം. ഇതാണ് കൃപാസനം തീർത്ഥകേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുന്ന ആ പഴയ ചരിത്രം. കൃപാസനം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ച ഒന്നല്ല. 1991 തുടങ്ങിയതാണ് കൃപാസനത്തിൻ്റെ ശുശ്രൂഷ ചരിത്രം. ഇതിനകം അനേകായിരങ്ങൾ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ അണഞ്ഞ് തങ്ങളുടെ നിയോഗ ഉടമ്പടികൾ നിവർത്തിച്ച് കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ ഓരോ ദിവസം കൃപാസനം ദേവാലയത്തിൽ കാണുന്നു. മാതാവ് ഇന്നും ജീവിക്കുന്ന അമ്മയാണ്. അമ്മ അനേകായിരങ്ങൾക്കാണ് ദൈവത്തോട് വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുന്നതിലൂടെ നിയോഗങ്ങൾക്ക് സാധ്യത വരുത്താൻ മാധ്യസ്ഥം നിൽക്കുന്നത്. നിങ്ങളുടെ നിയോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദയമായ കർത്താവിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ അമ്മ മാതാവിലൂടെ സമർപ്പിക്കുക. തീർച്ചയായും അത് സാധിച്ചു കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. കൃപാസന അമ്മ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.